ഇവനാണ് നമ്മുടെ ഇന്നത്തെ താരം പഴം. ആ പാത്രത്തിലേക്ക് തട്ടിയിടുന്നത് കണ്ടോ? അതാണ് ഗോതമ്പ് പൊടി. ഗോതമ്പ് പൊടി വെച്ചുള്ള പഴംപൊരിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത്. കാരണം ഇവിടെ മൈദയില്ല ഗൈസ്. മൈദയില്ലാത്തത് കൊണ്ടാണ് ഞാൻ കഷ്ടപ്പെട്ട് ആട്ട ഇങ്ങനെ തട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ ഇനി എന്ത് ചെയ്യുന്നേ? പിന്നെ ഈ തട്ടിക്കൊണ്ടിരിക്കുന്നതാണ് ദോശമാവ്. ഇച്ചിരി ദോശമാവൊക്കെ രസമുണ്ടാവും അല്ലേ? ഇച്ചിരി ദോശമാവ് കിടക്കട്ടെ. പിന്നെ നമ്മൾ ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. അത് കഴിഞ്ഞ് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കണം. അങ്ങനെ പഞ്ചസാരയും തീർന്നു. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്യണം. ഈ കപ്പിൽ നിന്ന് ആ കപ്പിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്യണം. അതിന് ശേഷം മിക്സ് ചെയ്ത് കുട്ടപ്പനായിട്ടുണ്ട്. നമുക്ക് പഴം കട്ട് ചെയ്ത് വയ്ക്കാം. പിന്നെ നമുക്ക് നൈസായിട്ട് ഗ്യാസ് കത്തിച്ച് കൊടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം? എന്നിട്ട് പാത്രം അടുപ്പത്ത് വയ്ക്കാം. ഈ ഒഴിച്ചുകൊണ്ടിരിക്കുന്നതാണ് വെളിച്ചെണ്ണ. പണ്ടൊക്കെ ഞങ്ങൾ ഒഴിച്ചിരുന്ന പാം ഓയിലായിരുന്നു. വെളിച്ചെണ്ണ ലാഭിക്കാൻ വേണ്ടി പാം ഓയിൽ ഒഴിച്ചിരുന്നു. ഇപ്പോൾ നമ്മൾ പാം ഓയിലിൻ്റെ കാശ് ലാഭിക്കാൻ വേണ്ടി ഉള്ള വെളിച്ചെണ്ണ ഒഴിക്കുന്നു. പഴംപൊരി റെഡി ആയപ്പോഴത്തേക്ക് ഞാനൊരു കട്ടൻ വെച്ചു. ദേ നമ്മുടെ പഴംപൊരിയും കട്ടൻ ചായ റെഡി.